ഗുഡ് നൈറ്റ്. നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. രാത്രിക്ക് രാമാനം കക്കാനിറങ്ങുന്ന കള്ളന്മാരെ പലരെയും കണ്ടിട്ടുണ്ട്. പകൽ വെളിച്ചത്തിൽ അൻവർ പുല്ലാണെന്നൊക്കെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയായപ്പോൾ അൻവറിന്റെ കൽബ് കക്കാനിറങ്ങി. നേരെ വച്ചുപിടിച്ചത് അൻവറിന്റെ വസതിയിലേക്ക്. എങ്ങനെയെങ്കിലും കണ്ട് പറഞ്ഞ് അൻവറിനെ കോൺഗ്രസിന്റെ പുറത്തു നിർത്തി പിന്തുണ മാത്രം നേടിയെടുക്കാനുള്ള ദൗത്യവുമായി കോൺഗ്രസ് നിയോഗിച്ച ദൂതൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ എല്ലാ ന്യൂജൻ കള്ളത്തരങ്ങളും കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന രാഹുൽ വിചാരിച്ചാൽ അൻവറിനെ മൂക്കുകൊണ്ട് ഇജ്ഞ വരപ്പിക്കാമെന്ന് കരുതി പോയിട്ട് ഒന്നും നടന്നില്ല എന്നാണ് ഒടുവിലുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ രാഹുൽ ശ്രമിച്ചോ എന്ന കാര്യവും അറിയില്ല. എന്താണെങ്കിലും നേരം പുലരും മുന്നേ തന്നെ അൻവർ നിലമ്പൂരിൽ സ്വതന്ത്രനായി താൻ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ നേരം ഇരുട്ടും വരെ കയ്യിൽ നയാ പൈസ ഇല്ല എന്നും പൊതുജനത്തിന് വേണ്ടി രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ അഹോരാത്രം പ്രയത്നിച്ച് തന്റെ കീശ കാലിയായി എന്നും പറഞ്ഞ് തിരഞ്ഞെടുപ്പിൽ നിന്നും കോൺഗ്രസിനോടുള്ള അനുഭാവ ചർച്ചകളിൽ നിന്നുമൊക്കെ പിൻവാങ്ങിയ അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാൾ വിചാരിച്ചപ്പോൾ രാത്രിക്ക് രാമാനം നിലമ്പൂരിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും താൻ മത്സരിക്കുമെന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. രാഹുലിന്റെ ചർച്ചയുടെ ഫലമാണോ അൻവറിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കാൻ കാരണമായതെന്ന് അറിയില്ല. രാഹുലിന് പൊതുവെ പ്രായത്തിന്റെ ഇത്തിരി ചോരത്തിളപ്പ് കൂടുതലാണെന്ന് പരക്കെ ഒരു ആക്ഷേപമുണ്ട്. ഇന്നലെ വരെ പണമില്ല എന്ന് പറഞ്ഞ അൻവറിന് ഇത്ര പെട്ടെന്ന് ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടി എന്ന് കൂടി വെളിപ്പെടുത്താനുള്ള സന്മനസ്സിനി അൻവർ കാണിക്കുമല്ലോ. ഇത്രമാത്രം അൻവറിനെ ചൊടിപ്പിക്കാൻ രാഹുൽ എന്താണ് അൻവറിനോട് പറഞ്ഞത്? ഇതാണിപ്പോൾ പരക്കെ ചർച്ചാ വിഷയം. എന്നാൽ എൻ്റെ അനുനയ ചർച്ച ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഭാഷണമല്ല അൻവറുമായി നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടിയോ മുന്നണിയോ പറഞ്ഞിട്ടല്ല കൂടിക്കാഴ്ച നടത്തിയത് എന്നും പിണറായി സത്തിനെതിരെ സംസാരിക്കുന്ന ആളെന്ന നിലയിലാണ് അൻവറുമായി സംസാരിച്ചതെന്നും രാഹുൽ വ്യക്തമാക്കി. എന്തായാലും രാഹുൽ OLXൽ പരസ്യം കൊടുത്തപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു അനുനയ ചർച്ച നടത്തിയപ്പോൾ തൃണമൂലിനും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി. തീരുമാനങ്ങൾ അതിവൈകാരികമായി എടുക്കരുതെന്ന് കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടിയെന്നും പിണറായി സത്തിനെതിരായ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിയുന്നത് UDFനായതിനാൽ ആ മുന്നണിയെ അനുകൂലിച്ച് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുമാണ് രാഹുൽ പറയുന്നത്. ഏതെങ്കിലും ചുമതലയുടെയോ അനുനയത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല അങ്ങനെ പറഞ്ഞത്. ലക്ഷ്യം മാറരുതെന്ന് മാത്രമാണ് അൻവറിനോട് പറഞ്ഞത്. ചർച്ചയ്ക്കായി പാർട്ടി ചുമതലപ്പെടുത്താൻ അത്ര ഉയരത്തിലുള്ള ആളല്ല ഞാൻ, ആ ബോധ്യമുണ്ട്. ലക്ഷ്യം മാറരുത് എന്ന് മാത്രമാണ് അൻവറിനോട് പറഞ്ഞത്. അൻവറിനോട് രാഷ്ട്രീയ താല്പര്യമോ വ്യക്തിപരമായ താല്പര്യമോ ഇല്ല എന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അൻവർ പ്രതികരിച്ചപ്പോൾ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ രാഹുൽ പിണറായി സത്തിനെതിരെ അൻവർ പറഞ്ഞു തുടങ്ങിയത് മുതൽ അക്കാര്യത്തോട് യോജിപ്പുണ്ട് എന്നും കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളാണ് അൻവർ ഏറ്റുപറഞ്ഞത് എന്നും കൂട്ടിച്ചേർത്തു. അൻവറിന്റെ ഇപ്പോഴത്തെ ട്രാക്ക് തെറ്റാണ്. പിണറായി സത്തിനെതിരെ സംസാരിക്കുന്ന ആളെന്ന നിലയിൽ എടുക്കേണ്ട നിലപാടല്ല അദ്ദേഹം ഇപ്പോൾ എടുക്കുന്നതെന്നും പിണറായി സത്തിനെതിരെ പറഞ്ഞതിനു ശേഷം അദ്ദേഹത്തോട് പരിചയമുള്ള ആളെന്ന നിലയിൽ പോക്ക് തെറ്റാണെന്ന് വ്യക്തിപരമായി പറഞ്ഞു എന്നുമൊക്കെയാണ് രാഹുലിന്റെ പ്രതികരണം. എന്നാൽ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കാണാൻ പാടില്ലായിരുന്നുവെന്ന് VD സതീശൻ നിലപാട് കടുപ്പിച്ചു. നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക നീ ആരാണെന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം നിനക്ക് നീ ആരാണെന്ന് എന്ന കലിപ്പിലാണ് സതീശൻ. PV അൻവറിനെ കാണാൻ രാഹുലിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റായ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറിന്റെ വിഷയം പാർട്ടി അവസാനിപ്പിച്ചതാണ്, അതിനായി തന്നെയാണ് ചുമതലപ്പെടുത്തിയതെന്നും VD സതീശൻ പറഞ്ഞു. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കില്ല എന്ന അൻവറിന് 100 വട്ടം ഉറപ്പുണ്ടെങ്കിലും വോട്ട് ഭിന്നിപ്പിക്കാനെങ്കിലും കഴിഞ്ഞാലോ എന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനമെന്ന് അനുമാനിക്കാം. എങ്കിലും കോൺഗ്രസിൽ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അവസാനിക്കുന്നില്ല.